അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മക്കൾ അവർ സൗദിക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം ഞാൻ സത്യത്തിൽ മറ്റൊരു ലോകത്താണെന്ന് തന്നെ പറയാം. യാഥാർത്ഥ്യമായിട്ട് ഞാൻ പൊരുത്തപ്പെട്ടിട്ടേ ഇല്ല. ഞാനും ഇവരുടെ കൂടെ പോകുന്ന ആ ഒരു പ്രതീതിയിലാണ് ഇപ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥ. കൈവിട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഞാനല്ലാതായി മാറിയത്. അപ്പോൾ വീഡിയോസൊന്നും ഒരുപാടൊന്നും എടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ തലേ ദിവസം തന്നെ ആൾക്കാരെല്ലാം വന്ന് കണ്ട് യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഇപ്പം നമ്മൾ രാവിലെ അനിയത്തിയും മക്കളും മോളും വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും പോകാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. എന്ത് ചെയ്യാ പൊന്നെ, എന്താ ആച്ചിപ്പൊന്നാരി, എന്റെ പൊന്നാരികള് പോവാണേ. പോവാ എന്റെ കുഞ്ഞാപ്പി വന്നൊരു ഹായ് പറഞ്ഞാൽ എല്ലാവർക്കും ഹായ്. ഒരു ഹായ് പറഞ്ഞു എല്ലാവർക്കും ഒരു ഹായ് പറ. എല്ലാം കുഴച്ച് വാരി ഇട്ടിരിക്കുക പോകാനുള്ള തയ്യാറെടുപ്പില്. എല്ലാരും തിരിഞ്ഞ് അങ്ങോട്ട് പോകുന്നതിലുള്ള വിഷമെന്ന് പറഞ്ഞാൽ എല്ലാ മക്കളും ഒരാള് പോയി അതിന്റെ കാര്യത്തിൽ അപ്പോഴത്തേക്ക് ഇപ്പൊ ഇവരും കളിക്കും. ഇവരേഴ് പേരായി ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് പെട്ടികളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരുങ്ങിയച്ചാന്നോടെ താഴെ ഇരിക്കുന്നത് കുഞ്ഞപ്പാ. അതെല്ലാം കുഞ്ഞുങ്ങൾക്ക് തോളയിലിടാനുള്ള ബാഗുകളാണ്. അതിൻ്റെ അകത്തെല്ലാം അതാണ്ട കുഞ്ഞപ്പൻ സിയാടെ ബാഗ് ഇട്ട് പണിയുക. വേണ്ട പെട്ടികൾ ഇതാ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. വണ്ടി നമ്മൾ ഇന്നോവയും കൂടെ വിളിച്ചല്ലാതെ പറ്റത്തില്ല. നമ്മുടെ ഈ വണ്ടിക്കകത്തും മറ്റേ വണ്ടിക്കകത്തും കൂടെ കയറത്തില്ല. ചേട്ടൻ സൻകുട്ടാ ചക്കരേ ഹായ്. നിങ്ങൾ പോവാന്നോ ഇപ്പം? ഇപ്പൊ ഇറങ്ങണോ? ട്യൂഷന് പോണോ? ഓ കുഞ്ഞിട്ട് നോക്കടി. അള്ളാഹുവേ അവരെല്ലാം പോവുകയാണ്. ആ ശാലുവിനെ ഇങ്ങോട്ട് വിളിച്ചേ. ഇവരിപ്പോ അടുത്ത മാസം ചെല്ലുമല്ലോ. നിങ്ങൾ മാർച്ച് അവസാനമാണോ വന്നത്? അതോ ഏപ്രിലോ? ഏപ്രിൽ 3 ഇൻഷാ അല്ലാ അവിടെ വെച്ച് സന്ധിക്കലാം. ഓക്കെ, പോയിട്ട് വാ. നീണ്ട 2.5 മാസത്തെ ലീവ് കഴിഞ്ഞ് പോവാ. ഡിസംബർ 1 വന്ന് ഡിസംബർ ജാനുവരി ഫെബ്രുവരി 16 ഇപ്പോഴും ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നില്ല. 18-ാം തീയതി ആഴ്ചക്ക് പരീക്ഷ, ആനുവൽ എക്സാം. അതുകൊണ്ടാണ് ഞങ്ങള് അവർക്ക് മെയിൽ അയച്ചു. അവരത് റിജക്ട് ചെയ്ത്. അപ്പം അവൻ അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലെ അവനെ ഒന്നി പഠിക്കുന്ന കുഞ്ഞ അല്ലെ അവരങ്ങോട്ട് പാസ് ചെയ്തു. മെയിൽ അയച്ചിട്ട് അവര് സ്വീകരിച്ചില്ല, റിജക്ട്. അപ്പം പോയേ പറ്റത്തുള്ളൂ. മാർച്ച് പിന്നെ അവന് 3rd സ്റ്റാൻഡേർഡ് 2nd സ്റ്റാൻഡേർഡിലോട്ട് കയറുവാ. അപ്പം അധിക സമയമൊന്നും ഇല്ല. ടിക്കറ്റ് എടുത്തേ വെച്ച്. ഹായ് ഷീബ സുരാജ് തായിക്ക് ഞങ്ങളുടെ ഹായ്. ഉമ്മിയുടെ സബ്സ്ക്രൈബർ ആണ്. അതിലുപരി ഉമ്മിയുടെ ഒരു കൂടപ്പിറപ്പിനെ പോലെയുള്ള ഒരു കൂടപ്പിറപ്പ് തന്നെയാണ്. അപ്പോ എന്നും ഗുഡ് മോർണിംഗ് കേട്ടാണ് എന്റെ ഉമ്മി ഉണരുന്നത്. അതുകൊണ്ട് ഇത്തായിക്ക് ഞങ്ങളുടെ ഒരു ബിഗ് ഹായ്. തൂക്കുക ലാസ്റ്റ് തൂക്കം. മോനെ ഇന്ന് നോക്കിക്കടാ, ഷിയാസ് നോക്കടാ. എത്ര? അത് കുഴപ്പമില്ല, 1 കിലോന്റെ ഉള്ളു. അതൊന്നും എന്തായാലും 2-3 കവർ കയ്യിൽ വെച്ചേക്കാം. അഥവാ പ്ലാസ്റ്ററും കൂടെ മേടിച്ചു. പഞ്ഞി കൈയ്യെടുക്ക്. എന്റെ അരിമ പോവാണോ? എന്റെ അരിമ അള്ളാഹുവേ, നാളെ മുതൽ ഈ വീട് അനക്കോവില്ല. എന്താ മോനെ, എന്താ മക്കള് വെപ്രാളം പിടിക്കാതെ. അങ്കിൾ അത് കൊണ്ട് വെച്ചേച്ച് വരട്ടെ. എന്റെ പൊന്നുമോന്റെ പാല. എന്നാ ഇതിന്റെ അടപ്പ് ഇന്നലെ മോൻ കൊണ്ട് കഴുകിയിട്ട് എവിടെ കൊണ്ട് വെച്ച്? അടപ്പ് ഇന്നലെ മോന് വിട്ടിട്ട് കഴുകിയില്ലേ? 19
ആ അപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലേ മോനെ? അതിലൊന്ന് ഓടിയാലോ? കുഴപ്പമില്ല. 2 കിലോ കേട്ടായിരുന്നു. അപ്പൊ കെട്ടിപ്പോയില്ലേ? നിങ്ങൾ 7 പേർക്ക് 7 പെട്ടി കാണുണ്ടായോ? ഏടാ സൊല്ലുകുട്ടാ? നേരെ എന്റെ പെട്ടി. ഓ ഇടിച്ചടാ. ആ കണ്ട. അപ്പൊ എല്ലാം കൂടെ ടാലിയാവും മോനെ. മാറിക്കൊടു. തൂക്കി തൂക്കി കേറ്റുവാ. പപ്പ തലേ ദിവസം മുതലേ ആകെ വല്ലാത്തൊരു അവസ്ഥയിലാണ്, മാനസികമായിട്ട് ആകെ വിഷമത്തിലാണ്. അപ്പം മോൻ തന്നെയാണ് പെട്ടിയെല്ലാം തൂക്കുന്നത്. ആട്ടി വഴിയിൽ നിന്ന് അങ്ങ് നീക്ക്. ആ അപ്പം കറക്റ്റ് ആവും. ഇങ്ങോട്ട് മാറി നിൽക്ക് കുഞ്ഞനെന്തുവാ കാണിക്കുന്നേ? കുഞ്ഞന്റെ ചെറുതാ. ഇനി ട്രോളികളാ ഉള്ളത്. 6 അതിന്റെ പെട്ടി 6 കയറിയില്ലയോ? ഓ എന്റെ പഠിച്ചവനെ, ഊഞ്ഞാലില്ല. കൊച്ചി ആവുമ്പോളോ എന്തോ. മാർക്കോട് മോനെ. കുഞ്ഞാ നീ മാറു കുഞ്ഞാ. ആ നീ സ്കൂളിൽ പോയേച്ചു വാ. പോയ ചെലപ്പോ വരണേ എന്റെ പൊന്ന് കേട്ടോ. കുഞ്ഞാ ഇമ്മയുടെ പൊന്നാരി വരണേ പോയിട്ടുള്ളപ്പോ. ഉമ്മച്ചാക്കൊരു മോട്. ആ അല്ലാഹുവേ അല്ലാ. ചാലുട്ടാ ഇനി അടിപ്പുറത്ത് വാടി സുനിക്കുട്ടാ. ഇന്നോവായി കയറിക്കോ അമ്മ ഇന്നോവായി കയറിക്കോ. സുലുകുട്ട കഷ്ടം, എന്റെ കുഞ്ഞു കൊണ്ടുവന്നതാ. അവൻ കരയുന്നു കിടന്ന്. ആ കുഞ്ഞപ്പൻ വാപ്പാപ്പാടോടെ പോണോന്നും പറഞ്ഞു. ഇഞ്ഞതാ അവനെ ഇഞ്ഞതാ. ചാലു കുഞ്ഞുമോനാ വേഷമല്ല. സിയപ്പന്ന എന്റെ സിയപ്പന്ന. ഇവർ പിള്ളേര് കിടന്ന് ബഹളം വെച്ചോണ്ട് ഞങ്ങള് പിള്ളേരെല്ലാം ഇതിൻ്റെ അകത്ത് കയറി കേട്ടോ. ആ പപ്പായും ഞാനും ഇതിലല്ലേ. മറ്റേതിൻ്റെ അകത്ത് ഉമ്മായും സുരുക്കുട്ടനും കുക്കമ്മയും. എന്റെ കുഞ്ഞപ്പോ എന്റെ പൊന്നാരി പോവണോ? എന്റെ പൊന്നാരി ബഹളം വെക്കാനില്ലല്ലോ. ഇനി നാളെ ഇന്ന് മുതൽ ഇന്ന് വൈകുന്നേരം മോനെ എനിക്ക് തലയ്ക്ക് ഭ്രാന്തായിരിക്കുവേ. എന്റെ പൊന്നെ സിയ പൊന്നെ
സനിക്കുട്ടോ ചക്കര മുത്തന്റെ ഇങ്ങോട്ട് നോക്കിക്കേ. ഇവിടെ പൊന്നെവിടെ ഇങ്ങോട്ട് അങ്കിള് ഇങ്ങനെ വിളിക്കുന്നു. അവന് തന്നെ വീഡിയോ എടുക്കണം കേട്ടോ. അവന് വീഡിയോ എടുക്കണം. അവൻ എന്ത് ചെയ്യാനാ? നമ്മുടെ മോന്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ. അവന് ഞങ്ങൾ പോകുന്ന വഴിക്ക് റുക്കുവിന്റെ മാമായും ഉമ്മാടെ ഉമ്മായും ഒക്കെ കാത്തു നിന്നു. ദിയമോളെ അങ്ങോട്ട് വെളിയിലോട്ട് കഴിയിട്ടു. അതവിമായും അവര് കരുവാറ്റ വഴി നമ്മൾ എത്തിയപ്പോഴത്തേക്ക് അവരിഞ്ഞെത്തി. വരുന്നുണ്ടോടാ? വണ്ടി വരുന്നു. വാടാ. എടി ഏതെങ്കിലും ഒരു പിള്ളേർ ഇറങ്ങി ഇതിനകത്ത് സ്ഥലമുണ്ടടി. ഇറങ്ങി വാടാ, ഞാൻ സ്ഥലമുണ്ടല്ലോ. നിങ്ങൾ മറക്കാലത്ത് നിൽക്കുന്ന അതിന്റെ ഇടയ്ക്ക് കയറി എങ്ങനെയാ പറയുന്നത്? പള്ളിക്കാരുടെ പോയിരിക്കായിരുന്നു. ഇപ്പൊ കണ്ടല്ലോ. യാത്ര ശരിയെന്നാ. ശരി, കാരണം ഒത്തിരി താമസിച്ചു. ചെറിയ ഫോൺ ചേലത്തെ ചെപ്പരുന്നല്ലേ. സിയാ ഉറങ്ങിയ പൊന്ന് ഉറക്കം വരുന്നോ? സനിക്കുട്ടോ ചക്കരമുത്ത് ഉറങ്ങിയോ? ഇങ്ങോട്ട് നോക്കിയേ. ശാലുവും പിന്നെ ഇന്നലെ ഒരു കറുപ്പ് കളറിലെ പൂക്കളുള്ള ഒരു ടോപ്പ് കൂട്ടിരിക്കുന്ന സൈസ് വേറെ എണ്ണം എടുത്തല്ലോ. എന്നിട്ട് അത് ഇടാഞ്ഞി എന്താ? അതോ ഇത് കംഫർട്ട് ആയതുകൊണ്ടാണോ ഇട്ടത്? കംഫർട്ടാണ്. ബോഡി നമുക്ക് പെട്ടെന്ന് പ്രൊജക്ട് ചെയ്യത്തില്ല, അതുകൊണ്ടാണോ ഇതിട്ടത്? നമ്മുടെ ബോഡി ഷേപ്പ്. കാരണം ബ്ലാക്കിന്റെ ഒരെണ്ണം ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. ബ്ലാക്കും മഞ്ഞ പൂക്കളും ചുവപ്പ് പൂക്കളും ഉള്ള ഒരെണ്ണം ഷർട്ട് മോഡല് റുക്കമ്മയിട്ടിരിക്കുന്ന തരം. അതെന്താ നീ പിന്നീട് അത് ഇത് തന്നെ ഇട്ടെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. കംഫർട്ട് ആയതുകൊണ്ടാണ്. ഓക്കെ, യാത്രയല്ലേ അതുകൊണ്ടാ. ഇതാരാ ഇത്? എയർ ഹോസ്റ്റസോ? സിയമോളോ You don't want to go? ഇങ്ങോട്ട് വരിക, ഞാൻ ഇങ്ങോട്ട് വരിക. ഇല്ല മോനെ, അത് മമ്മ ലഗേജ് വെച്ച് പൊന്നെ. ഇങ്ങോട്ട് വന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കാം. എല്ലാവരും ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. എല്ലാവരും ഉണ്ടോ? അതിന്റെ അകത്ത് ഇല്ലടാ. ഒന്ന് ഇങ്ങോട്ട് നോക്ക എല്ലാരും. ലഗേജ് വിട്ടെന്ന് ഒരു സ്ലൈം പാടച്ച് സത്യമായിട്ട് ഇവനെ ഇറക്കി വിട്ടേ. ഇവനെ അപ്പുറത്ത് പഠിക്കാൻ ശാലുസിയായി ഇങ്ങോട്ടൊന്ന് നോക്ക്. നമുക്ക് നിന്നൊരു ഫോട്ടോ ഞാൻ എടുത്തോളാം. ഇങ്ങോട്ട് നോക്കണാ. ഈ സമയത്തൊക്കെ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇവരുമായിട്ട് ഒന്നിച്ചെവിടെയോ പോകുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. എൻ്റെ തലച്ചോറിലേക്ക് അല്ലെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് അങ്ങോട്ട് എൻ്റെ മക്കളിന്ന് പോവുകയാണെന്നുള്ള ആ ഒരു ചിന്തയേ വരുന്നില്ലായിരുന്നു. ഞാൻ ശരിക്കും ഇവരുമായിട്ട് ഞാനും പോകുന്ന ഒരു പ്രതീതിയായിരുന്നു. എനിക്ക് എയർപോർട്ടിലെത്തി ഇവർ പിരിയുന്നത് വരെയും ഞാൻ വേറൊരു ലോകത്തായിരുന്നു സത്യത്തിൽ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. ഇനിയപ്പം നല്ല ചിലപ്പോൾ ചാനൂപ്പൻ ചിലപ്പോൾ ഒരു ചക്കര മൊത്ത് കിളി വേണ്ട എൻ്റെ സുന്ദരി ഭയങ്കര കുശുമ്പി പാറോതിയാണ്.
എൻ്റെ മക്കള് അമ്മ പോയിട്ട് ഇനി എപ്പോ വരും? സിയമോളെപ്പോ വരുവാണെങ്കിൽ പോയിട്ട് കേട്ടോ. ഉമ്മിയൊക്കെ എപ്പോഴത്തേക്കും വരും. ഉമ്മിയും അമ്മമ്മയൊക്കെ വരും ഇൻഷാ അല്ലാഹ്. ആ അന്നേരത്തേക്ക് ഉമ്മിയും പാപ്പാപ്പയും വരും കേട്ടോ. ഓ നേരത്തെ വരാം. ആച്ചിപ്പന് വാപ്പാപ്പായ വിട്ടൊരു കളിക്കില്ല കണ്ടോ. ആച്ചിപ്പന് വാപ്പാപ്പാടെ മോനിവിടെ ഉമ്മമാടെ അവിടെ அவங்க 2 பேருக்கும் வந்து பணம் வாங்குறப்ப ഉറങ്ങി ഇരുന്നോമ്മ. ഷിയാസിന്റെ അടുക്ക ശാലുവിന്റെ അടുക്കലോട്ടിരി. അതൊന്നും എടുത്തിട്ടില്ല അവിടെ. നല്ല രസമില്ലല്ലേ. മൊത്തം ഇതിന്റെ ക്ലേയുടെ പാത്രങ്ങളാണ്. സുലു വായിന്ന് ഇത് പെട്ടെന്നാ ദിവസം പോയതിന്റെ പടച്ചവനെ. ഞങ്ങള് തിരിച്ച് ഞങ്ങളുടെ വീടിന്റെ അകത്തോട്ട് ചെന്ന് കയറുമ്പോൾ അവസ്ഥയാന്നേ ഓർക്കാൻ വയ്യാത്തത്. ആ ഊഞ്ഞാലൊക്കെ കാണുമ്പോഴേ സത്യം പറഞ്ഞ ഇപ്പോഴേ എനിക്കങ്ങ് എന്റെ സിയാപ്പന് വേണ്ട, ഞാൻ വഴി കൊടുക്കാം. എല്ലാവർക്കും ഞങ്ങൾ ഊണ് മതിയെന്ന് പറയും. കൊച്ചു പിള്ളേർക്ക് ആച്ചിപ്പൊന്നിന് മാത്രമേ ബിരിയാണി വേണം. ബാക്കി സിയാക്ക് പോലും ചോറ് മതിയെന്ന് പറഞ്ഞു. ഊണ് മതിയെന്ന് പറഞ്ഞു. നമ്മുടെ ചീയപ്പൊന്നും ഉമ്മ വാരിത്തരും. മുളകോ എടുക്ക. എന്ത് വേണം? മീൻകറി വേണോ? സാമ്പാർ വേണോ? മോര് വേണോ? മോര് എന്ത് വേണം? സാമ്പാർ വേണോ? ആ അപ്പം സാമ്പാർ കഴിക്കട്ടെ ചേച്ചി. അയ്യോ അത് രസമായിരുന്നു. അതും മീൻ എടുത്തോളാം, കുഴപ്പമില്ല. മീൻകറി എടുക്കാം. മീൻ പീര പറ്റിപ്പോതാ. നീ വാരിത്തരാം. മോളെ കുഞ്ഞിനെ കൈവച്ചിട്ട് കഴിക്കാൻ പാടാണോ? ഓടി ആ മോളെ അമ്മായി പിടിച്ചോടി. ഞാനും ഉണ്ട് ഈ കൂട്ടത്തിൽ. ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് എന്നെ കാണാറുള്ളത് കേട്ടോ. മറന്നുപോയോ? ആ ഇപ്പം മാറ്റാടോ കൊച്ചേ. നമ്മള് എയർപോർട്ടിലെത്തി. അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകാൻ പോകുന്ന പോലെ പോവാറപ്പേ. ഇത്രയും നേരം ഇരുന്നപ്പോ ഒന്ന് ചിന്തിച്ചില്ലടി. അവിടെ ഇല്ല. രാവിലെ എന്നെ കൊണ്ട് നാലെണ്ണം വാങ്ങിക്കില്ല. വല്ല രക്ഷയുണ്ടോ? ചെറുതെല്ലാം വലുത് അല്ല. അതിനാ ആച്ചി സിയ തീ എന്തിന് ചുമ്മാ തീ പിടിക്കുന്നേ? ഉടുപ്പ് താത്തിട്. സിയ സനോയെ ഇങ്ങോട്ട് തീയുന്നേ.
ഇപ്പൊ വരും. നീ മോനൊന്ന് മാർക്ക്. നാല് തലമുറ, 1 2 3 4. അവളെന്ത് ചെറുക്കൂ? ആച്ചിപ്പന്നൊക്കെ എല്ലാരും പിരിയുന്ന വിഷമമുണ്ടാ? കരയരുത് കേട്ടോ, സങ്കടപ്പെടരുത്. ഞങ്ങള് ഉടനെ വരും അങ്ങ് തിരിച്ച് കേട്ടോ. അല്ലാ, എന്റെ പൊന്നുമോൻ കറക്കം വന്ന കോഴിയെ പോലെ നിൽക്കുന്നു. അതെ, 2.5 മാസം പാപ്പായുമായിട്ട് അറുമാദിച്ച് ഇല്ലേ പൊന്ന? അമ്മച്ചിയുടെ ചക്കര മുട്ട്, അമ്മച്ചിയുടെ ചക്കര. ഉമ്മിയെ കൂടെ കൊണ്ടുപോകാൻ നിൽക്കുവാ എന്റെ പൊന്നെ. എന്നോട് പറയും ഉമ്മിയും വരാനെന്ന്. കുഞ്ഞപ്പ, എന്റെ പൊന്നെ കുഞ്ഞപ്പ. റുക്കമ്മേ, ഇത്രയേ ഉള്ളോ? കൊണ്ടുവരുന്നില്ലേ? പപ്പായും സുലും വരുന്നതേ ഉള്ളൂ. കുഞ്ഞപ്പൻ അവന്റെ ബാഗ് കിടന്ന് തപ്പുന്നുണ്ട് കേട്ടോ. ഇതിന്റെ അകത്തെങ്ങാണ്ട ഇവൻ തോളയിലിട്ടിരിക്കുന്ന കണ്ടോണ്ട് ഭയങ്കര ബഹളം. കുഞ്ഞപ്പൻ അവന്റെ ബാഗിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് പെട്ടിയും ബാഗുകളും അവിടെ ഉണ്ട്. അവര് പോവുകയാണ്. ഒരു ട്രോളി ഇവിടെ ഇരിപ്പുണ്ട്. കുഞ്ഞപ്പൻ അവന് ബാഗ്, അവൻ ഓരോരുത്തർക്കും ഓരോ പുറത്തിടുന്ന ബാഗുണ്ട് കണ്ടോ. അവൻ അവന് നടക്കാനുള്ള ആവതില്ല. എവിടാ ഉള്ളത്? സുശാലും ആണോ? ഓക്കെ. അവർക്ക് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും നടത്തുമ്പോഴും അവരോടൊപ്പം തന്നെ വീട്ടിൽ നിന്നിറങ്ങി എയർപോർട്ടിലെത്തി അവർ യാത്ര പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്ന് കരഞ്ഞു വിളിച്ച് അവർ എൻ്റെ അടുക്കയിൽ നിന്ന് കൈ വിട്ട് പാസ്പോർട്ടും ടിക്കറ്റും ചെക്കിങ് സ്ഥലത്തേക്ക് എത്തുന്നത് വരെ ഞാൻ യാതൊന്നും അറിയാതെ, യാഥാർത്ഥ്യം ഒന്നും അറിയാത്ത എന്തോ എനിക്കറിയില്ല, ഞാനൊരു മായിക ലോകത്തായിരുന്നു. പക്ഷെ അവർ യാത്ര പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് പോവുകയാണല്ലോ, അല്ലേ നമുക്ക് അവർ ഇവിടുന്ന് യാത്രയായി സൗദിക്ക് തിരിച്ചു പോവുകയാണല്ലോ എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് വന്നത്. എത്ര ദിവസത്തിന് ശേഷമാണ് ഞാനിത് എഡിറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഇപ്പോഴും എൻ്റെ ആച്ചിയുടെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചെറിയ ബാഗ് എടുത്ത് വെച്ചിരുന്നു. രണ്ടും അതിലാ. മോനും ബാഗ് ഇട്ടു ബാഗ് വരുന്നില്ല അങ്ങോട്ട്. തരാം എൻ്റെ പോലെ.
സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസം പോയതറിഞ്ഞില്ല അല്ലയോ? ദിവസം പോയതറിഞ്ഞില്ല. ഞങ്ങൾ എങ്ങനെയാ വീട്ടിന്റെ അകത്തോട്ട് ചെന്ന് കയറി? എനിക്ക് ആ ഊഞ്ഞാല് കണ്ടിട്ട് തന്നെ സങ്കടം വരുന്നു, അറിയാമോ? ആച്ചിപ്പന്നെ ആ ഊഞ്ഞാലൊക്കെ ഇനി എന്ത് ചെയ്യും ഇവിടെ? നഷിയ എന്റെ ചൂടുകുട്ടൻ ആച്ചി എന്തിനാ അങ്ങനെ അവിടെ മുന്നിൽ ആച്ചി നിന്ന് പൊന്നെ. വണ്ടി കയറി പോ. കാരണം മാമയ്ക്കയുടെ കൂടെ പോ. നിങ്ങളവന്റെ പൊന്നുമോനെ ഒരു ആച്ചി വന്ന് ശാലേ ആച്ചി പട്ടിക്കുഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന പോലെ തിരിഞ്ഞു നോക്കുന്നു. എൻ്റെ ഊഴമെത്തിയപ്പോൾ പെൺപിള്ളേർ രണ്ടുപേരും സുലുക്കുട്ടനും ഭയങ്കര കരച്ചിലായിരുന്നു. ആച്ചി എന്നെ കെട്ടിപ്പിടിച്ച് കരയുക. പാപ്പാപ്പ പിന്നെ അവനെ പാപ്പാപ്പക്ക് സങ്കടം ഉള്ളിലൊതുക്കി അങ്ങനെ നിൽക്കുന്നത് കൊണ്ടൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. പക്ഷേ ആച്ചി എൻ്റെ അടുക്ക വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു പോയി. പക്ഷേ ഒന്നും റെക്കോർഡായിട്ടില്ല, അതൊന്നും വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കയ്യിൽ നിന്ന് ഇവർ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ വന്നപ്പോൾ അവർ അവിടെ വരെ എത്തിക്കഴിഞ്ഞു. ഞാൻ വീണ്ടും തിരിച്ച് ആ മൊബൈൽ ചാടി അപ്പുറത്തിറങ്ങിയിട്ട് ആച്ചിയെ കെട്ടിപ്പിടിച്ച് വീണ്ടും കരഞ്ഞു. കാരണം സത്യം പറഞ്ഞാൽ അവർ പോകുന്നു, നമ്മളെവിടെയോ ഒരു ടൂറ് പോകുന്ന ഒരു ലാഘവത്തോടു കൂടിയാണ് ഞാൻ നിന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെ അവർ പോയി. സനുക്കുട്ടനും ആച്ചിയും ഭയങ്കര കരച്ചിലായിരുന്നു. സിയ പിന്നെ കൂളായിട്ട് അവൾ കയറിപ്പോയി. അവൾക്ക് അങ്ങനെയുള്ള ഒരു ഇതില്ല. പക്ഷേ ആച്ചിയുടെ സങ്കടം സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് നേരെ പപ്പായ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. നിങ്ങളിവിടെ ഈ കാണുന്ന ഈ പിടിച്ച് നിൽക്കുന്ന ആളല്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ കണ്ടത് തിളച്ച ചൂടും പനിയും വല്ലാത്ത ബുദ്ധിമുട്ടുമായിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആച്ചിക്കുട്ടനെ സൗദി ചെന്നിറങ്ങി. അവരും അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അയാൾ പോയോ? ലോകത്തിലെ ഏറ്റവും വലിയ വേദന ഈ വിരഹവേദനയാണല്ലേ. കുഞ്ഞു പ്രായം മുതൽ അനുഭവിക്കുന്ന ഈ വേദന ഇന്നും മക്കളെ പിരിയുന്നതും കൊച്ചുമക്കളെ പിരിയുന്നതിലും അവസാനിക്കുന്നില്ല. അവർക്ക് ലഗേജ് ഒരുപാടുള്ളത് കൊണ്ട് ബോർഡിംഗ് പാസ് എടുത്തകത്ത് കയറാതെ, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറാതെ ഞങ്ങൾ വരില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ പപ്പായും ഉമ്മച്ചായും ഒക്കെ നന്നായിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുക. ഷിയാസ് നല്ല ഉറക്കം. അവന് ഇന്നലെ രാത്രിയിലും പെട്ടി കെട്ടാനും എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവന് ഉറക്കമൊന്നും ശരിയായിട്ടില്ല. അതുകൊണ്ട് ഇരുന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ എനിക്കൊന്ന് പൊട്ടിക്കരയണമെന്നുണ്ട്. പക്ഷേ ഞാൻ ഒരാളിൻ്റെ മുന്നിലും കരയത്തില്ല. പിടിച്ച് നിൽക്കും, സ്ട്രോങ് ആയിട്ട് നിൽക്കും. പക്ഷേ ആരും കാണാത്ത ഒരു സ്ഥലത്ത് വന്നിട്ട് രാത്രിയിൽ കിടക്കുമ്പോൾ കരയും. വീട്ടിലോട്ട് തിരിച്ചു പോകണമെന്ന് വലിയ വേദനയെന്ന് പറയുന്നത് സത്യം പറഞ്ഞിട്ട്
ഏറ്റവും വലിയ വേദനയെന്ന് പറയുന്നത് ഈ ഒരു വേദന. ഒരു ദിവസമൊക്കെ ഇവിടെ നിന്നിട്ട് പെട്ടെന്നൊരു പിരിച്ചു പോയി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നു. പോയി ബോർഡിംഗ് ക്ലാസ്സൊക്കെ എടുത്ത് കുറച്ച് സാധനം കൂടുതലുണ്ടായിരുന്നു, അതെല്ലാം കൊണ്ട് അവർ അകത്തേക്ക് പോകുന്നത്, അവരങ്ങകത്ത് കയറി പോകുന്നത് കണ്ടിട്ട് പോകാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുക. അവർ പോയി, അവർ ഫ്ലൈറ്റിൽ കയറി, അതിനുശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചത്. അങ്ങോട്ട് പോയപ്പോൾ കാറ് നിറച്ച ആള് അടിയായിരുന്നു. അവിടെ ഇരിക്കണം, വാപ്പാപ്പാടെ അടുക്ക പോകണം, ഉമ്മയുടെ അടുക്ക ഇരിക്കണം, ഉമ്മച്ചോന്നുള്ള വയവാ നിറച്ചുള്ള വിളിയാ എല്ലാ എണ്ണവും. സത്യം പറഞ്ഞാ അവരെ വിട്ടിട്ട് നമുക്ക് എന്തോ കയ്യിൽ നിന്ന് പോയതുപോലെ പോവുക. ഉമ്മായും പറഞ്ഞ് കരയുമായിരുന്നു, അവരുടെ വിളി മതിയല്ലോ, വേറെ ഒന്നും വേണ്ടാലോ എന്നാ പറയുന്നത്. പോയി, എല്ലാരും പോയി. കൂടൊഴിഞ്ഞ കിളിയൊഴിഞ്ഞ കൂട് പോലെ ആവും. ഇനി വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോഴേ നമ്മളിപ്പോ ഇതിൻ്റെ അകത്തിരുന്നിട്ട് തന്നെ ഇത് നിറഞ്ഞിരിക്കുമല്ലായിരുന്നു. അങ്ങോട്ട് പോയപ്പോ എല്ലാരും എണ്ണാക്കും ബഹളവും മടിയും കരച്ചിലും എല്ലാം തീർന്നു. അവര് ഫ്ലൈറ്റിൽ കയറി, ബോർഡിംഗ് പാസ് എടുത്ത് തിരിച്ചു പോയില്ല ഞങ്ങൾ. അവര് കയറി എന്ന് ഉറപ്പാക്കിയിട്ട് 3:40 ഫ്ലൈറ്റ് ആയിരുന്നു. കറക്റ്റ് 3:40 തന്നെ അവര് കയറി കഴിഞ്ഞ് നമ്മൾ പിടിച്ച് അവര് സുരക്ഷിതമായിട്ട് ഫ്ലൈറ്റിൽ കയറി എന്നറിഞ്ഞിട്ട് ഞങ്ങള് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് കയറിയെങ്കിലും ഒരാഴ്ച പപ്പ തല പൊക്കിയിട്ടില്ല. ആച്ചിക്കുട്ടൻ അവിടെ കരച്ചിലും വിങ്ങി കരച്ചിലായിരുന്നു കുറേ ദിവസം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.